തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മനസ്സിലായോ? രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണിത്. പക്ഷേ ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളെ അടച്ചാണ് സിനിമ പറയുന്നതെങ്കിൽ പോലും ഇദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത് BJP-കാരെ തന്നെ ട്രോളാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ഇട്ടതുപോലെ തോന്നുന്നില്ല. അതായത് മലർന്നു കിടന്ന് തുപ്പുന്ന ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. സന്ദേശം സിനിമ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നും അദ്ദേഹത്തിന്റെ പല സിനിമകളും ചർച്ചാ വിഷയമാകാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ കേരളത്തിൽ എല്ലാ ഇലക്ഷൻ സമയങ്ങളിലും ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് സന്ദേശം സിനിമ. സന്ദേശം സിനിമയെ സംബന്ധിച്ച് അവസാനം തിലകൻ പറയുന്ന ഡയലോഗാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ അടിച്ചിട്ടുള്ളത്. അതില് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ വേണമെങ്കിൽ ട്രോൾ ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. ഒറ്റ രാത്രി കൊണ്ട് കൊടിയും പിടിച്ച് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന നല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോ ഏത് പാർട്ടിയിലാണ് അത്തരത്തിൽ ആളുകൾ ഇല്ലാത്തത്? എല്ലാ പാർട്ടിയിലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വരുന്നത് ഒറ്റ രാത്രി കൊണ്ടായിരിക്കും ഇൻകുലാബ് വിളിച്ച്. ചിലപ്പോൾ വീട്ടില് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആളുകളായിരിക്കും. അല്ല, ഒന്നാലോചിച്ച് നോക്കൂ, ഈ ഒരു സന്ദേശം സിനിമ കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമ, ഒരു രാഷ്ട്രീയ സിനിമ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും, വിശേഷിപ്പിക്കുമ്പോൾ പോലും, ഈ കാലത്താണ് ആ സിനിമ ഇറങ്ങിയതെങ്കിൽ തിലകന് മറ്റൊരു മകൻ കൂടി ഉണ്ടാകുമായിരുന്നു ഈ BJP-യെ പ്രതിനിധീകരിച്ചുകൊണ്ട്. ഒരുപക്ഷെ ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമ ഈ സമയത്താണ് ഇറങ്ങിയിരുന്നതെങ്കിൽ തിലകന് മറ്റൊരു മകൻ കൂടി ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് BJP പ്രതിനിധീകരിച്ചുകൊണ്ട്. പക്ഷെ അപ്പോ ആ ഒരു കഥാപാത്രത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഇപ്പോഴുള്ള BJP-യെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും BJP-യുടെ വളർച്ച കേരളത്തിൽ നമുക്ക് അതൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. അല്ല, രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് എന്താണ്? നിന്നെ പോലുള്ള യൂസേഴ്സിലാണ് രാഷ്ട്രീയത്തിന്റെ വില കളയുന്നത് എന്നുള്ള തിലകന്റെ എക്കാലത്തെ എപ്പിക്കായിട്ടുള്ള ഡയലോഗാണ് പറയുന്നത്. പക്ഷെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കൂ, വകയില്ലാത്ത, ഒന്നിനും വകയില്ലാത്ത എത്രയോ പേരുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ. കേരളത്തിന്റെ രാഷ്ട്രീയ ബോധ്യമാണിത്. രാഷ്ട്രീയ ലിറ്ററസി ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കുറവാണ്. അതായത് ആർക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയം എന്ന് കൃത്യമായിട്ട് അവബോധമുള്ള എത്ര മനുഷ്യരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. രാഷ്ട്രീയ ലിറ്ററസി എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ആ സമയത്തും തൻ്റെ വീട്ടിൽ ഒന്നുമില്ലെങ്കിലും, തനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും, തൻ്റെ വീട്ടിൽ ഉടുക്കാൻ തുണിയില്ലെങ്കിലും കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധത്തോടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, രാഷ്ട്രീയ ബോധത്തോടു കൂടി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ അത്രത്തോളം നെഞ്ചോട് ചേർക്കുന്ന ജനങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെയുള്ള അത്താഴപ്പാഷണിക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പോലും നടത്താം. പക്ഷേ സ്വന്തം കുടുംബത്തെയും സ്വന്തം കാര്യങ്ങളെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് അതിനുശേഷം രാഷ്ട്രീയ പൊതുജനങ്ങളെ നോക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്നത് പോലെയുള്ള പൊതുജനങ്ങളെ സേവിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. സ്വന്തം കുടുംബത്തിനും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിവില്ലാത്ത ആളുകൾ പൊതുജനങ്ങളെ എങ്ങനെ സേവിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നതാണല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച്. ആ കേരളത്തിന്റെ രാഷ്ട്രീയം ഇന്ന് കാണുന്ന രീതിയിൽ ഇപ്പോ 1 ലിറ്റർ പെട്രോളിന് 1 രൂപ കൂടിക്കഴിഞ്ഞാലും സമരം നടത്തുന്ന, തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്ന, ഓരോ നിലപാടുകൾക്കും തെരുവിലിറങ്ങിയും ക്യാമ്പസുകളിലിറങ്ങിയും ക്യാമ്പസിന്റെ ഫ്രണ്ടിലിറങ്ങിയും നടു റോഡിലിറങ്ങിയും ഓരോ ഗ്രാമപ്രദേശത്തിന്റെ മുക്കും മൂലയിലും പോയി സമരം ചെയ്തും കോർണർ മീറ്റിങ്ങും വിളിച്ചു നടത്തുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യർ തനിക്ക് സ്വന്തമായി കഴിക്കാനോ തൻ്റെ കുടുംബത്തിൽ സ്വന്തമായി കഴിക്കാനോ ഉടുക്കാനോ ഒന്നുമില്ലെങ്കിലും ഒരു രാഷ്ട്രീയ ബോധത്തോടെ തൻ്റെ നാട്ടിലെ ജനങ്ങൾ നന്നാവണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ നോക്കൂ. എല്ലാവരും സമ്പത്തുണ്ടായിട്ടാണോ രാഷ്ട്രീയ പ്രവർത്തനം? സമ്പത്തുണ്ടാവണം. ഇപ്പൊ ഈ സിനിമയിൽ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റിന് പോലും സമ്പത്തുണ്ടാവണം എന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ജോലി ചെയ്യാനുള്ള മനസ്സ് വേണം. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എത്രയോ ആളുകളെ എടുത്ത് നോക്കും, അവരെല്ലാം ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. തന്നെയാണ് ഇവരും പറയുന്നത്. പക്ഷെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ ട്രോൾ ചെയ്തായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോ BJP-യിലാണെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിന്റെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രസക്തമാണ്, ഇത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് BJP ഇപ്പോഴും അധികാരത്തിലേക്ക് വരാത്തത് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കാനും രാഷ്ട്രീയം പറയാനും അറിയാവുന്ന ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് ആഹാരം കഴിക്കാനില്ലെങ്കിലും ഉടുതുണിക്ക് മറുതുണി എടുക്കാനില്ലെങ്കിലും പട്ടിണി കിടക്കുകയാണെങ്കിലും രാഷ്ട്രീയം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞതിന്റെ ഫലമാണ് ഒരു തലമുറ ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ
ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ പഴയ ഗതിയിൽ നിന്ന് ഇന്നൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. നമ്മൾ പഴയകാല ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. സ്വാതന്ത്ര്യ സമര കാലത്ത് എത്ര പേര് സ്വന്തമായി ആഹാരം കഴിക്കാനും സ്വന്തമായി ഉടുക്കാനും കിടക്കാനുമുള്ള എത്ര ആളുകൾ സമരത്തിന് പോയി? ഇതൊന്നുമില്ലാത്ത ആളുകൾ ഇതിനു വേണ്ടി പോരടിച്ച് നേടിയെടുത്തത് തന്നെയാണ് ഇതല്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും, ഒരു യാത്രയാണെങ്കിലും, ഒരു നടപ്പവകാശമാണെങ്കിലും, ഒരു സംസാര സ്വാതന്ത്ര്യമാണെങ്കിലും, ഇതെല്ലാം സമരം ചെയ്തും പടവെട്ടിയും നമ്മൾ നേടിയെടുത്തത് തന്നെയാണ്. അന്ന് നമ്മൾ ആരും നോക്കിയിട്ടില്ല. അപ്പോ ഇതെല്ലാം, അതായത് സമ്പത്തും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവത്തില്ല. ഇല്ലായ്മയിൽ നിന്നാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രതിഷേധങ്ങളുടെ സ്വരങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോ രാജീവ് ചന്ദ്രശേഖരൻ അത് ഒരു പോസ്റ്റ് ഇട്ടു എന്ന് കരുതി ചിലപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടികളെ ട്രോളിക്കൊണ്ടായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ അദാനിക്കും അംബാനിക്കും മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരാൻ പാടുള്ളൂ. അപ്പോ സാമ്പത്തികമായിട്ട് സുസ്ഥിരത വന്നത് അദാനിയും അംബാനിയൊക്കെ ആണല്ലോ. അപ്പൊ അദാനിയും അംബാനിക്കും മാത്രം രാഷ്ട്രീയത്തിൽ വന്നാൽ മതി. ബാക്കി ഉടുതുണി ഇല്ലാത്തവരും മറുതുണി ഇല്ലാത്തവരും പട്ടിണി പാവങ്ങളും ഒന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരണ്ട എന്നായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട്. അല്ല, അദ്ദേഹമാണെങ്കിൽ ഒരു വ്യവസായിയാണ്. സ്വാഭാവികമായും വ്യവസായികൾ ഒരു ചായ്വ് കൂടുതലായിരിക്കും. ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിച്ചു പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും പലപ്പോഴും അദ്ദേഹത്തെ കളിയാക്കുന്നതും അത് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനസ്സറിയാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിന്റെ വളർന്നതും ജീവിക്കുന്നതുമായ സാഹചര്യമേ അല്ല കേരളത്തിലെ പൊതുജനങ്ങൾക്കുള്ളത് എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പൊതുജനങ്ങളെയും അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അത്താഴ ഭക്ഷണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ബിജെപിയിലുള്ള അത്തരത്തിലുള്ള ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ അവരെയാണ് പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും.